അജയര ആ ശങ്കര അടുക്കാരി ഇരുന്ന കൃഷ്ണ ആ നിങ്ങള് പെരീന്നല്ലേ വരണ്ടേ? അജയര ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വരുന്നത്. കൊറേ നടന്നു, ഒരു വണ്ടിയും കിട്ടിയില്ല. എനിക്കൊന്ന് വിളിച്ചൂടേനോ? ഞാൻ കുട്ടികളെ വണ്ടിയായിട്ടാണ് പറഞ്ഞയച്ചിരുന്നല്ലോ. അതൊക്കെ കുട്ടികൾക്കൊരു ബുദ്ധിമുട്ടാവും. പിന്നെ ഞാൻ വന്ന കാര്യം നിങ്ങൾ വന്ന കാര്യം എനിക്ക് മനസ്സിലായിക്കണു. ഓല ആധാരത്തിന്റെ ഫോട്ടോ കോപ്പി കൊണ്ടുപോയിട്ടേ ഒരു വിവരവും. നിങ്ങളൊന്നും വിളിച്ചു നോക്കിയില്ല അജയരല്ല? ഓൽക്ക് ഞാൻ വിളിച്ചിരുന്നു, ഓല് ഫോൺ എടുത്തില്ല. ഓല അയൽവാസി എൻ്റെ ഒരു സ്നേഹിതൻ കോമാറിന ആളുണ്ട്. ഓൻ പറഞ്ഞത് ആ ചെക്കന്മാര് രണ്ടും കൂടി തെറ്റി പിരിഞ്ഞക്കണെന്നാണ്. ഈശ്വര, ഞാനിപ്പോ എന്താ ചെയ്യാ? ഞാൻ ആ ഒരു പ്രതീക്ഷയിലായിരുന്നു അജയര്. നിങ്ങൾ വിഷമിക്കണ്ട, ആ മോയിൽ നിങ്ങൾക്ക് വിൽക്കേണ്ട വലിയ അത്യാവശ്യമുണ്ടോ? അത്യാവശ്യം എനിക്കല്ലല്ലോ അജയര്, എന്റെ പെങ്ങന്മാർക്കല്ലേ. ആ സ്വത്ത് കിട്ടിയ പണത്തിനും വേണ്ടിയാണ്ടേ കാത്തിരിക്കാണ് അവര്. എനിക്ക് ആ മുതല് വിൽക്കാൻ ഒരു താല്പര്യമില്ല അജയര്. എന്റെ അച്ഛൻ അന്തുറക്കുന്ന മണ്ണ, ഒരിക്കൽ പൈസ കൊടുക്കാനേ വേറൊരു വഴി ഞാൻ കാണുന്നില്ല. നിങ്ങൾ ആ വീടും സ്ഥലവും വിറ്റാലേ പ്രായമുള്ള അമ്മനേറ്റ് വേണ്ട പോവാ. അതിനെപ്പറ്റി എനിക്കൊരു ധാരണയില്ല. ആ സ്ഥലം വിറ്റിട്ടേ അവര് ഓരി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമല്ലോ. ഈശ്വരൻ എന്തെങ്കിലും വഴി കാണിച്ചു തരായിരിക്കും ആചാര്യ. പടച്ചോൻ വല്യോനാണ്, ഓൻ നമ്മളെ കൈവടിയില്ല. നിങ്ങളാ സങ്കടങ്ങളൊക്കെ കേട്ടപ്പോഴേ എനിക്കത് എടുക്കാന് താല്പര്യമുണ്ട്. ഇപ്പൊ എനിക്കൊരു നിർവാഹമില്ലാഞ്ഞിട്ടാണ്. നിങ്ങൾ ഒന്നും കൂടെ ശ്രമിച്ചു നോക്കിയ ആചാര്യ. നിങ്ങളടുത്തേക്ക് വരുമ്പോ എനിക്കൊരു മനസ്സമാനമുണ്ട്. ഏതായാലും ഞാനേ ആ രണ്ട് ചെക്കന്മാരൊന്ന് കണ്ടോക്കട്ടെ. ഓല മട്ടം എതിരഭിപ്രായം ആണെങ്കിലേ ഇന്റെ മരോനെ കൊണ്ടേ ആ സ്ഥലം ഒന്ന് ഇടിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിലേ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കി, വലിയ ഉപകാരമാവും ആചാര്യ. ഞാൻ പോട്ടെന്നാല്. എന്നാ കുട്ടികളെ വണ്ടിയിലാണ്ടാക്കി തരും. പാണ്ടേ, ഞാൻ നടന്നു പോയിക്കോളാം.